എക്സസൈസിന് മുമ്പ് ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മസിലും സ്ട്രെങ്ത് ഇതേ ഇങ്ങനെയായിരിക്കും. എക്സസൈസിന് മുമ്പ് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഒന്നും എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മസിലും പമ്പും ഇങ്ങനെയായിരിക്കും. എക്സസൈസിന് മുമ്പ് നിങ്ങൾ സോഡിയം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിലും സ്ട്രെങ്ത്തും ഇങ്ങനെയായിരിക്കും. എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് 250 mg കൂടുതൽ കാഫീൻ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഫ്ലോ റെസ്ട്രിക്ട് ചെയ്തിട്ട് ഇതുപോലെ ആവും. എക്സസൈസ് ചെയ്യുമ്പോൾ മസിലിലേക്ക് ബ്ലഡ് വന്ന് നിറഞ്ഞ് ടെമ്പററി സൈസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് പമ്പ് എന്ന് പറയാം. ഒരു നല്ല പമ്പിന്റെ റെസിപ്പി തന്നെ കഴിഞ്ഞാൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, നല്ല ഹൈഡ്രേഷൻ, സോഡിയം, പിന്നെ എക്സസൈസ് എന്നുള്ള സ്റ്റിമുലേഷനും എയറിലുള്ള ഓക്സിജനും. കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് റൈസിൽ നിന്നും പൊട്ടാറ്റോ നിന്നൊക്കെ കിട്ടും. ഹൈഡ്രേഷൻ നിങ്ങൾക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടും. ഉപ്പിൽ നിന്ന് നിങ്ങൾക്ക് സോഡിയം കിട്ടും. എക്സസൈസിൽ നിന്ന് നമുക്ക് സ്റ്റിമുലസും കിട്ടും. എയറിൽ നിന്ന് നമുക്ക് ഓക്സിജനും കിട്ടും. എക്സസൈസ് ചെയ്യുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് പെട്ടെന്ന് ദഹിക്കുന്ന കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ആയ റൈസിൽ നിന്നോ ബനാനോ ബ്രെഡിൽ നിന്നോ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് എടുക്കാം. എക്സസൈസിന്റെ അരമണിക്കൂർ മുമ്പ് 1/2 ലിറ്റർ വെള്ളം കുടിക്കുക. ഇതേ വെള്ളത്തിലേക്ക് സോഡിയത്തിന് വേണ്ടി 1/2 സ്പൂൺ ഉപ്പും ഇടാം. അത്യാവശ്യം ഹെവിയായി ലിഫ്റ്റ് ചെയ്യുക. നല്ല റേഞ്ച് ഓഫ് മോഷൻ കീപ്പ് ചെയ്യുക. ഓരോ എക്സസൈസും 2-3 സെറ്റ് 8 മുതൽ 10 റെപ്പറ്റേഷൻ വരെ ചെയ്യാം. റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇൻഹെയിൽ ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതായത് നെഗറ്റീവ്സിൽ ശ്വാസം പുറത്തേക്ക് വിടുക. 250 mg കൂടുതൽ കാഫീൻ, കോഫിന്നോ ടാബ്ലറ്റിന്നോ ഒന്നും എടുക്കാതിരിക്കുക. സിമ്പിൾ ന്യൂട്രീഷൻ ആൻഡ് വർക്കൗട്ട് ടിപ്സിന് എന്നെ ഫോളോ ചെയ്യുക.